ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിതാ തേങ്ങയും സാമ്പാർ പൊടിയും ഇല്ലാതെ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഇത് ഇത്രയും കഷ്ണങ്ങളുള്ളൂ കേട്ടോ. സാമ്പാറിലേക്ക് നമുക്കിനി വെണ്ടക്കായ വേണം, ചേന വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇതാ ഞാൻ എടുത്തു വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഇതാ അരിഞ്ഞിതാ വെച്ചിട്ടുണ്ട്. ഇതാ അതിനായിട്ടൊരു കുക്കർ എടുത്തു, കുറച്ച് പുളി, പിന്നെ മുരിങ്ങക്കായ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. മുരിങ്ങക്കായ ഞാൻ മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചള്ള് മുരിങ്ങക്കായാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കുക്കറിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞു പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കുക്കറിലേക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇടാം. അത് ഇട്ടതിന് ശേഷം നമുക്ക് എന്താ ഇനി ഇതിലേക്ക് കുറച്ച് പരിപ്പ് അല്ലേ, നമുക്ക് സാമ്പാർ വെക്കണമെങ്കിൽ എന്താ വേണ്ടത്, പരിപ്പ്. അപ്പോൾ പരിപ്പ് ഇതാ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതാ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ പരിപ്പ് ഇതാ മുഴുവനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കെന്താ ഒരു മണം വേണം അല്ലേ, സാമ്പാറിൻ്റെ ഒരു മണം വേണം. അപ്പോൾ ഞാനതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം കായം ഇടുകയാണ് കേട്ടോ. കായം നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇടണ കായം അത് അതിലേക്ക് ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് കുക്കറിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതാ ഉപ്പിടുകയാണ് പാകത്തിന്. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുക്കറിൽ ഇടില്ലേ, കറിയുടെ ഒപ്പം ആദ്യം അത് രണ്ടും ഇട്ടിട്ടല്ലേ നമ്മൾ എന്ത് ഇതായാലും വേവിക്കുക. ഇതാ കുക്കറിലെല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ അടച്ചു. ഇനി ഇതാ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് സ്റ്റവ് ഓണാക്കി ഇതാ ഞാൻ അങ്ങ് തീ കത്തിച്ചു. ഞാൻ ഇതാ അടുപ്പത്ത് കയറ്റി വെച്ചു. അപ്പോൾ ഇനി ഈ കുക്കറിന് വിസിൽ വരണം. നമുക്കറിയാമല്ലേ നമ്മുടെ പച്ചക്കറിയും പരിപ്പും കൂടി വേവാൻ എത്ര വിസിൽ വേണമെന്നുള്ളത്. അതാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ എൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു. ഞാനിതാ കുക്കർ ഇതാ തുറന്നു, എയറൊക്കെ കളഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ എന്താ നമ്മുടെ സാമ്പാർ ഇതാ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ് അല്ലേ, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മാറ്റി വെച്ച മുരിങ്ങക്കായ അത് നമുക്ക് അതിലേക്ക് ഇടണം അല്ലേ, അത് വേവിച്ചൊന്നും എടുക്കണ്ടേ. അപ്പോൾ അതാ ഞാൻ മുരിങ്ങക്കായ അതിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പുളി മെയിനായിട്ടുള്ള സാധനം അല്ലേ, നമ്മുടെ സാമ്പാറിലേക്ക് പുളി. അപ്പോൾ നമ്മൾ പുളി ഇതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പുളി ഇതായിരിക്കും ഒഴിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നന്നായി ഇളക്കി ഇതാ സാമ്പാറിന് നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തേങ്ങയും ഒന്നുമില്ലാതെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ സാമ്പാർ ഇളക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി വേറൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കടുക് ഇടാം. അപ്പം ഞാനിതാ കുറച്ച് കടുക് ഇട്ടു. ആ കടുക് നന്നായി ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. അതിന് ശേഷം എന്താ കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് അധികം ഇടാം, അല്ലാത്തവർക്ക് പാകത്തിന്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എരിവിനനുസരിച്ചിട്ട് നമ്മളിടുക. അതിന് ശേഷം ഞാനിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പില ഇട്ട് ഞാനിനി അതൊന്ന് മിക്സ് ആക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ ആ കൂട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്, മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്തു. അപ്പം ഞാനത് കുക്കറിലേക്ക് അങ്ങനെ തന്നെ ഒഴിക്കുകയാണ്. കുറച്ച് എടുത്തിട്ട് ഇതാ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുക. എന്ന് വെച്ചാൽ അതൊന്നും ഇങ്ങോട്ട് കിട്ടണ്ടേ, അതിൽ കുറച്ച് പിടിച്ചിരിക്കണ പോലെ. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു. ഇനി നമ്മുടെ മുരിങ്ങക്കായും ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ആവണ്ടേ, അതിലൊന്ന് പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഗ്യാസിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി കയറ്റി വെച്ചു. അപ്പോൾ അത് തീ ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ചാൽ മതി. അപ്പോൾ അത് തിളച്ചു. അപ്പോൾ ഞാനൊന്ന് വെറുതെ ടേസ്റ്റ് നോക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ രുചിയൊക്കെ ഉണ്ടാവാറുണ്ട്, രുചിയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയല്ല, എങ്കിൽ പോലും നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.